ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഓണം കഴിഞ്ഞു നാട്ടിൽ നിന്നും തിരിച്ചു വന്നു, ഒരു 2-3 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു. പക്ഷേ പഴയ ഫാമിലി മെമ്പേഴ്സൊന്നും അത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസും കൂടി ഒന്ന് ചെന്ന് മറക്കാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ചാനൽ നന്നായി പോകുന്നുണ്ടാവും, പക്ഷേ പെട്ടെന്ന് വീഡിയോസിന് വ്യൂസൊക്കെ വരുന്നത് നല്ലവണ്ണം കുറയും, റീച്ചൊക്കെ കുറയും. അപ്പോൾ എന്താവും, നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥ വളരെ ഡൗൺ ആവുകയും ചെയ്യും. കാരണം വീഡിയോസ് ഡൗൺ ആകുമ്പോഴേക്കും മനസ്സും ഡൗൺ ആവും. കാരണം ഓരോ വീഡിയോയും ഓരോ കണ്ടൻറ്റും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തും പോസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള സിറ്റുവേഷൻസിൽ എന്തുമാത്രം കഷ്ടപ്പാടാണ് ഈ സമയത്തേക്കുകൾക്കൊക്കെയും ഇടയിൽ ഓരോരുത്തർ ഇങ്ങനെ വീഡിയോസൊക്കെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചെയ്തു വരുമ്പോഴേക്കും ഈ വീഡിയോസിന് വളരെ വ്യൂസൊന്നും കിട്ടില്ല. മാത്രവുമല്ല, ഒരു പ്രതീക്ഷയും ഇല്ലാതെ എഫേർട്സൊന്നും വലുതായി കൊടുക്കാതെ ചെയ്യുന്ന വീഡിയോസ് ഒരു പക്ഷേ നല്ല രീതിയിൽ വൈറലാകുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ പരിപാടികൾ. കാരണം അൽഗോരിതം എപ്പോഴാണ് അത് ക്ലിക്ക് ചെയ്യുന്നത്, ഏത് വീഡിയോ ആണ് അത് വന്നിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, നല്ല റീച്ചിലോട്ട് കൊണ്ടുപോകുന്നത് എന്നൊന്നും ആർക്കും പറയാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കഴിഞ്ഞാൽ വ്യൂസ് ഇല്ലാത്ത വീഡിയോസിന് പോലും ചെറുതായിട്ടൊക്കെ വ്യൂസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 1-2 ചെറിയ കാര്യങ്ങൾ നോക്കാം. കാരണം ഒരുപാട് പേര് മെസ്സേജസിൽ ചോദിക്കുന്നുണ്ട്, ഒരുപാട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചാനലാണ്, നല്ല വ്യൂസ് വന്നുകൊണ്ടിരുന്നു, പെട്ടെന്ന് വ്യൂസൊക്കെ ഡൗൺ ആയി, പിന്നെ അതിന് പിറകെ വേറെ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും അങ്ങനെ വ്യൂസൊന്നും വരുന്നില്ല, മനസ്സ് വല്ലാത്ത ഒരു വേദനിക്കുന്നൊരു സ്ഥിതിയിലോട്ട് പോകുന്നു. ഡീമോട്ടിവേഷൻ ആദ്യം ഒഴിവാക്കുക. കാരണം മനസ്സിന് വിഷമം ഉണ്ടാക്കാതെ നോക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം. എപ്പോഴും നമ്മൾക്ക് നല്ല നല്ല റീച്ച് കിട്ടണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. ചില വീഡിയോസ് പ്രേക്ഷകർ സ്വീകരിക്കും, ഇഷ്ടപ്പെടും, ചിലത് സ്വീകരിക്കില്ല. അത് ഓരോരോ സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും. നമ്മൾക്ക് നല്ല കണ്ടൻറ്റാണെന്ന് തോന്നി ഇടുമ്പോഴേക്കും അത് സ്വീകരിക്കാനുള്ള ആളുകൾ ഒരു പക്ഷേ കുറവായിരിക്കും. എന്നാലും ആ പ്രതീക്ഷ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. കാരണം വ്യൂസ് കുറവാണെങ്കിൽ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആകരുത്. ഒരു യൂട്യൂബർ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ നല്ലതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ വീഡിയോ ഇടുക. അത് ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓഡിയൻസ് റിട്ടൻഷനൊക്കെ നോക്കുക. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് എവിടെയാണ് ഫാമിലി കാണാതെ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളത് അനലിറ്റിക്സിൽ നിന്നും നോക്കി മനസ്സിലാക്കുക. വിജയിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഫോർമുല അതുപോലെ നോക്കിയിട്ട് അതേ രീതിയിലുള്ള വേറെ വീഡിയോസ് അതേ ടോപ്പിക്സിലൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ പിന്നെയും നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, ഇതൊക്കെ നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കൂ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തിരുത്തിയിട്ട് മുന്നേറുക. യൂട്യൂബിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തയുമായിട്ട് ഇരുന്നാലേ നിങ്ങളുടെ ചാനലുകൾ മുന്നേറുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ധാരാളം പേര് കഠിനമായിട്ട് തന്നെ തുടർന്ന് പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരത് വിടാതെ ഇനിയും മുമ്പോട്ട് പോകുക. ഒരു ദിവസം തീർച്ചയായിട്ടും വിജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ കൈവിടാതിരിക്കുക. അപ്പോൾ എനിക്കും ഇതുപോലെ വേറെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള 1-2 ചാനലുകൾ മുടന്നിയൊക്കെയാണ് ആദ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇതിലൊന്നും കഥ നടക്കില്ലെന്ന്. പക്ഷേ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പരിശ്രമിച്ചപ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകാനും തുടങ്ങിയിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ പറയുന്നത്. പലരും പുതിയ ഫാമിലി മെമ്പേഴ്സ് പലരും വിചാരിക്കുന്നുണ്ട്, ഈ ഒരു ചാനൽ മാത്രമേ എനിക്കുള്ളൂ, ഇതാണ് മെയിൻ ചാനൽ എന്നാണ്. അതല്ല, ഇത് ഈ വർഷം തുടങ്ങിയ ഒരു ചാനലാണ്, പുതിയതാണ്. പഴയ ചാനലുകൾ 1-2 ഉള്ളതിൽ നല്ല വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ അത്യാവശ്യം നല്ല ഇൻകമും എനിക്ക് അതിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചല്ല ഞാൻ ഇവിടെ കൂടുതൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യൂസ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഡീമോട്ടിവേറ്റഡ് ആകാതെ പിന്മാറാതെ ഇനിയും തുടർന്നും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും ഇന്നും കുറച്ച് നേരത്തേക്കാണെങ്കിലും ഇന്ന് എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ നിങ്ങളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.